പത്തനംതിട്ട ഐക്കാടാണുള്ളത്. ഇവിടെയാണ് വലിയ ഒരു സംഭവം ഇന്നലെ രാത്രിയോടുകൂടി നടന്നത്. ഈ പ്രദേശത്തെ മുഴുവൻ വീടുകളിലും കിണറുകളിൽ വെള്ളം പൂർണ്ണമായി കരിയോയിൽ ഒഴിച്ചും അതുപോലെ തന്നെ ആസിഡ് ഒഴിച്ചും നശിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഈ പ്രദേശത്തുകാരനായ ഒരാൾ തന്നെയാണ് എന്നാണ് ഈ നാട്ടുകാരൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ നാട്ടുകാരുടെ പ്രതികരണം ചോദിക്കാം. ചേട്ടാ, ഇവിടെ എത്ര വീടുകളിൽ ഇത്തരത്തിൽ ഇയാൾ ചെയ്തിട്ടുണ്ട്? 10-12 വീട്ടിലോടും ചെയ്തിട്ടുണ്ട്. 2 വീട്ടിലൂടെ ഓയിൽ, ബാക്കിയുള്ള വീട്ടിലെല്ലാം ആസിഡ്. എങ്ങനെ തിരിച്ചറിഞ്ഞ് നമ്മൾ? അത് രാവിലെ ഒരാൾ എന്നെ കൊണ്ട് മുഖം കഴുകിയപ്പം നീറിയപ്പോഴാണ് മനസ്സിലായത് എന്നെ പോലൊരു ഇതുണ്ടെന്ന്. അപ്പം മറ്റ് കിണറ്റിലും ചെക്ക് ചെയ്തപ്പം എല്ലാ കിണറ്റിലും ഇതുപോലെ തന്നെ പുളിപ്പും നമുക്ക് കാണുമ്പോൾ അറിയത്തില്ല. പക്ഷേ 2 വീട്ടിൽ ഓയിൽ ആയതുകൊണ്ട് നല്ലതായിട്ട് കാണുമ്പോൾ അറിയാം. മറ്റ് വീടുകളിലെല്ലാം ആസിഡ് ആയതുകൊണ്ട് നമ്മൾ വായിൽ ഒഴിക്കുമ്പോഴേ അറിയത്തുള്ളൂ. തീർച്ചയായും ഇതൊരു വലിയ അവസ്ഥയിൽ. ചേട്ടാ, ഇതിനു മുമ്പ് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെയുള്ള സംഭവം ഉണ്ടായിട്ടില്ല. അവന് ആളുകൾ ദ്രോഹിച്ചിട്ടുണ്ട്. ആളുകളെ വഴക്കും കാര്യങ്ങളും ഒക്കെ ആയപ്പോഴും അടിയും പിടി ഫോട്ടോ റോഡേ നടന്ന എല്ലാവരുടെയും ക്യാമറ എടുക്കുക. മൊബൈൽ. പേരെന്താ? രവീന്ദ്രൻ. ഇയാളുടെ പേരെന്തായിരുന്നു? ബാബ എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. ബാബ. തീർച്ചയായും ആളുകൾ ഇത്തരത്തിലുള്ള പരാതി, നമുക്ക് കിണറിൻ്റെ ദൃശ്യം കൂടി നമുക്കൊന്ന് കാണിക്കേണ്ടതുണ്ട്. വലിയ ബുദ്ധിമുട്ടാണ്. അതാണ് വെള്ളം ഇങ്ങനെയാണ് കരിയോയിൽ ഒഴിച്ച് നശിപ്പിച്ച് വെച്ചിരിക്കുന്നത്. പൂർണ്ണമായി ഇതാണ് അവസ്ഥ. ആ വെള്ളം പൂർണ്ണമായി നമുക്ക് കണ്ടാൽ അറിയാം മുഴുവൻ കരിയോയിലാണ് ഉള്ളത്. ഇതിന് ഉപയോഗിക്കാൻ കഴിയില്ല. ഈ കിണർ പൂർണ്ണമായി വറ്റിച്ചതിന് ശേഷം മാത്രമേ ഈ കിണർ ഉപയോഗിക്കാൻ കഴിയൂ. ഇത് മാത്രമല്ല, 15ഓളം വീടുകളിൽ ഇത്തരത്തിൽ ഇയാൾ ചെയ്തിട്ടുണ്ട്. ഇയാൾക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇയാൾക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടോ? മാനസിക പ്രശ്നമൊന്നുമില്ല. വർഷങ്ങൾക്ക് മുമ്പ് റീഅഡിക്ഷൻ സെൻ്ററിൽ മദ്യപാനത്തിന് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള വേലകൾ ഓരോ വീടുകളിൽ ചെന്ന് കാണിച്ചപ്പം പിന്നെ മുനിസിപ്പാലിറ്റി ഒരു വീട്ടിൽ ചെന്ന് നാശം കാണിച്ചു. അവിടെ വീട്ടിൽ ചെന്ന് ഭയങ്കര ശല്യമാണ്. അപ്പോൾ അവർ കേസ് കൊടുത്ത് അതും പ്രകാരം പോലീസുകാർ വന്ന് കൊണ്ടുപോയി ഇവരെ 2 മാസം ഹോസ്പിറ്റലിൽ ഇട്ടു. ആ ഒരു ഇതേ ഉള്ളൂ. അതാ ഇവിടെ വീടുകളൊക്കെ കൊണ്ടുപോയി പൂ വയ്ക്കുക. തന്നല്ല, സ്ത്രീകൾ തന്നെ താമസിക്കുന്നിടത്ത് പോയി ശല്യം, രാത്രി കാലങ്ങളിൽ വീടുകളിൽ പോയി നിൽക്കുക, അങ്ങനെ ഭയങ്കര ശല്യങ്ങളാണ്. ബന്ധുക്കൾ ആരെങ്കിലും ഇല്ലേ? ബന്ധുക്കൾ ഇതെല്ലാം ബന്ധുക്കളാണ്. പക്ഷേ സഹകരിക്കാൻ പറ്റത്തില്ല പുള്ളിയായിട്ട്. തീർച്ചയായും ഇവരുടെയൊക്കെ തന്നെ ബന്ധുവാണ് ഈ പറയുന്ന ആളെന്നാണ് പറയുന്നത്. 2 വർഷം മുമ്പ് ഒരു ഡി-അഡിക്ഷൻ സെൻ്ററിൽ മദ്യപാനത്തെ തുടർന്ന് പോയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നു വീണ്ടും പൊതുശല്യമാണെന്നാണ് നാട്ടുകാരൊക്കെ തന്നെ പറയുന്നത്. എന്തായാലും ഇയാളിപ്പോൾ ഈ പ്രതി എന്ന് പറയുന്ന ആളിപ്പോൾ റിതേഷ്, അയാളിപ്പോൾ പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ നാട്ടുകാർ എന്തായാലും കേസെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കേസെടുക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. പോലീസ് അല്പസമയത്തിനകം തന്നെ ആ കേസെടുക്കുന്ന നടപടിയിലേക്ക് കടക്കുമെന്നാണ് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട.